സെൽറ്റിക് എന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ സിഗ്നൽ കിട്ടാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽറ്റിക്കിനകത്ത് ഒരു CRM അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. CRM അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് റെഫർ ലിങ്കും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് CRM അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആളുകളും ആദ്യം മസ്റ്റായിട്ട് CRM അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണം. CRM അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് അതിനകത്ത് KYC കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് സിഗ്നൽസ് കിട്ടുകയുള്ളൂ. അപ്പം അത് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ റെഫർ ലിങ്ക്, നമ്മുടെ അപ്ലൈൻ ആണോ അവിടെ നിന്നുള്ള റെഫർ ലിങ്ക് വാങ്ങിച്ചുകൊണ്ട് ആ ഒരു ലിങ്കിനകത്തോട്ട് എൻ്റർ ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു പേജാണ് ഓപ്പണായി വരുന്നത്. ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ പേരിൻ്റെ ആദ്യ നെയിം അടിച്ചു കൊടുക്കുക. ശേഷം ലാസ്റ്റ് നെയിം എന്താണോ അതും അടിച്ചു കൊടുക്കുക. അതിന് താഴെയായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് സൈഡിൽ തന്നെ നമ്മുടെ കൺട്രി കോഡ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കൺട്രി കോഡ് സെലക്ട് ചെയ്യാനായിട്ട് അവിടെ നിന്ന് താഴോട്ട് പോവുക. നിങ്ങൾ ഏത് കൺട്രി ആണോ ആ ഒരു കൺട്രി സെലക്ട് ചെയ്യുക, കോഡ് കൊടുക്കുക. അപ്പോൾ ഇന്ത്യ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് നമ്മൾ പാസ്വേഡ് ടൈപ്പ് എടുക്കുക. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മോൾ ലെറ്റർ, ഒരു നമ്പർ, ഒരു സിമ്പലും കൂടെ ചേർന്ന് വരുന്നൊരു പാസ്വേഡ്, സ്ട്രോങ് പാസ്വേഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പാസ്വേഡിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ പേരും അതിനകത്ത് ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ വന്നിട്ടുണ്ട്, അതിനകത്തൊരു നമ്പർ വന്നിട്ടുണ്ട്, ഒരു സിമ്പൽ വന്നിട്ടുണ്ട്, സ്മോൾ ലെറ്റർ വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നിങ്ങൾ ഒരു പാസ്വേഡ് ടൈപ്പ് കൊടുക്കുക. അതിന് താഴെയായിട്ട് നമ്മൾ ഒരു ക്യാപ്ച കാണാം. ഐ ആം ഹ്യൂമൻ എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും പലതരത്തിലുള്ള ക്യാപ്ചസ് ആയിരിക്കും കാണിക്കുന്നത്. അത് നമ്മൾ മുകളിലുള്ള ആ ഒരു ടെക്സ്റ്റ് വായിച്ച് നോക്കി വ്യക്തമായിട്ട് വായിച്ചതിന് ശേഷം ക്യാപ്ച ഫില്ല് ചെയ്യുക. ഇവിടെ ടിക്ക് കൊടുത്തതിന് ശേഷം താഴെയുള്ള വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. നമ്മുടെ ഇമെയിലിനകത്തോട്ട് ഒരു OTP സെൻഡ് ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ താഴെയായിട്ട് ഗെറ്റ് കോഡ് എന്ന ഓപ്ഷൻ കാണാം. അതായത് ആ രജിസ്റ്ററിന് തൊട്ട് മുകളിലായിട്ട് ഗെറ്റ് കോഡ് എന്ന് കാണാം. ആ ഗെറ്റ് കോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് കോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ ഇമെയിലിനകത്തോട്ട് സെൻഡ് ചെയ്തു. ശേഷം ആ ഇമെയിലിനകത്ത് നോക്കിയിട്ട് നമ്മൾ ആ ഒരു കോഡ് സെൽറ്റിക് എന്ന കോഡ് എന്താണോ അത് അടിച്ചു കൊടുക്കുക. എനിക്കെന്ന കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. ശേഷം താഴെയുള്ള രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആവുന്നതായിരിക്കും.